നിക്കൊരു കൊത്തിയായി നല്ല മഞ്ഞക്കണിക്കുന്നയായി താമരപ്പൂ വരുമ്പായി നല്ല തങ്കക്കിനാവോളിയായി മെല്ലെ നല്ലോലത്തളിരും ഞാനാടും. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ്. എനിക്കിപ്പോൾ 9th മന്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാഗ് എല്ലാവർക്കും പാക്ക് ചെയ്ത് വെക്കാമെന്ന്. ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞാനിതിൽ രണ്ടാമത് കൊടുക്കുന്ന വോയിസാണ് കേട്ടോ. ഇതിൽ പറഞ്ഞേക്കുന്നൊന്നും അത്രയ്ക്ക് നന്നായിട്ട് കേൾക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ രണ്ടാമത് വോയിസ് കയറ്റിയതാണ്. ഞാൻ ഇതിലിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് വാവയ്ക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ്. ഇത് റിസീവിങ് ടവലാണ്, വാവയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യമേ തന്നെ അത് മടക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാത്ത് ടവൽ എടുക്കുന്നുണ്ട്. ഈ ടവലും വാവയുടെ ഉടുപ്പും ഒക്കെ ഞാൻ കഴുകിയിട്ട് ഉണക്കി തേച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വാവയ്ക്കുള്ള ഉടുപ്പാണ് എടുത്ത് വെക്കുന്നത്. ജബല സെറ്റ് കെട്ടുടുപ്പ് എന്നൊക്കെ പറയില്ലേ, അതാണ് എടുത്ത് വെക്കുന്നത്. ഇത് 2 വൈറ്റും പിന്നെ 2 കളറും ഉള്ളതാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഞാൻ കഴുകി ഉണക്കി തേച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 4 ഉടുപ്പും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. അത് വാവയ്ക്ക് സൈസ് ആയിരിക്കുമെന്ന് എനിക്കറിയില്ല, കറക്റ്റ് ആവുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ എടുത്ത് വെക്കുവാണ്. ഇത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊരു 4 ഉടുപ്പാണ് കേട്ടോ. അതും ഞാൻ കയ്യിൽ വെക്കുന്നുണ്ട്. സൈസ് ആവുമെന്നുണ്ടെങ്കിൽ അന്നേരം ഇട്ട് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് എടുത്ത് വെക്കുന്നതാണ്. പിന്നെ ഈ ഒരു ക്ലോത്ത് ടൈപ്പറും ആ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എല്ലാം കൂടി വാങ്ങിയ കൂട്ടത്തിൽ ഇതും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ സൈസ് കറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. വാവയുടെ സൈസ് ആണെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാനിത് ഒരെണ്ണം എടുത്ത് വെക്കുന്നുണ്ട്. ഇത് റോംബർ സെറ്റാണ്. വാവേനെ ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് കൊണ്ടുവരില്ലേ, അപ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് നല്ല രസമാണ് കേട്ടോ, കാണാനൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു റോംബർ സെറ്റാണ്. അതും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാപ്പും മിറ്റനും ബുട്ടീസും അടങ്ങുന്ന ഒരു 2 സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് വെക്കുന്നുണ്ട്. നല്ല ഭയങ്കര തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കയ്യിലും കാലിലും തലയിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. 6 എണ്ണം അടങ്ങുന്ന ഒരു സെറ്റാണ് കേട്ടോ ഈ ഒരു ഫേസ് ടവൽ വന്നിട്ട്. ഇതും ഞാൻ കഴുകി ഉണക്കി തേച്ച് അതീ കവറിൽ തന്നെ അങ്ങ് മടക്കി വെച്ചിരിക്കുന്നതാണ്. നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ. നല്ല രസമാണ് ഇത് തൊടാനൊക്കെ ആയിട്ട്. പഞ്ഞി പോലെ ഇരിക്കുന്ന തുണിയാണ് കേട്ടോ എൻ്റെ. അതും കൊണ്ടുപോകാനായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈപ്സ് ആണ് എടുക്കുന്നത്. കുഞ്ഞിന് വല്ല തുടച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് വൈപ്സ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഡൈപ്പർ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഓരോ ഡൈപ്പർ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഡ്രൈ ഷീറ്റ് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലോത്ത് ഡൈപ്പർ ആയാലും ഒരെണ്ണം ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളൂ. കാര്യം വാവയ്ക്ക് സൈസ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ ഒരു 2-3 വാങ്ങിക്കണം. അതുപോലെ തന്നെ ഈ ഡൈപ്പർ ആയാലും ഒരു പാക്കറ്റ് മാത്രമേ ഞാനിപ്പോൾ വാങ്ങി വെച്ചിട്ടുള്ളൂ. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2-3 പാക്കറ്റ് കൂടി വാങ്ങിച്ച് വെക്കും കേട്ടോ. പിന്നെ ഞാൻ വാവയ്ക്കുള്ള ക്ലോത്ത്സാണ് എടുത്ത് വെക്കുന്നത്. ഇത് വാഷ് ചെയ്തതിന് ശേഷം ഉണക്കിയിട്ട് കട്ട് ചെയ്തിട്ട് 4 സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുവാണ്. എൻ്റെ 4 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇത് തോനെയൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല, ഒരു 5-6 ഞാൻ എന്തായാലും എടുത്ത് വെക്കുന്നുണ്ട്. അവിടെ ഇത് ആവശ്യം വരുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സോപ്പും ക്രീമും ലോഷനും ഞാൻ എടുക്കുന്നുണ്ട്. ഇതും യൂസ് ചെയ്യുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ ബാഗിൽ വെച്ചേക്കാമെന്ന് വിചാരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള നെയിൽ കട്ടറും കോംബോ ഒക്കെ അടങ്ങിയ ഒരു സെറ്റ് ഞാൻ വാങ്ങിയായിരുന്നു. ഇത് ഞാൻ കൊണ്ടുപോകുന്നതൊന്നുമില്ല, കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. എല്ലാമൊക്കെ വാങ്ങിയ കൂട്ടത്തിൽ അതും ഒരു സെറ്റ് വാങ്ങി വെച്ചതേ ഉള്ളൂ കേട്ടോ. ബേബിക്ക് വേണ്ടിയിട്ടുള്ള ക്യാരിയൻ ബെഡും ബേബി ബെഡും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പാക്ക് ചെയ്യുന്നില്ല. ഇതിന് സെപ്പറേറ്റ് കവറുണ്ട്. ആ കവറിൽ തന്നെ ഇട്ടിട്ട് കാറിൽ വെച്ചേക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എത്രത്തോളം അവിടെ ആവശ്യം വരുമെന്ന് അറിയത്തില്ല. എങ്ങാനും അവർ നെറ്റുള്ളൊരു ബെഡ് ചോദിക്കുകയാണ്, കുഞ്ഞിനെ കിടത്താനായിട്ട് നെറ്റുള്ളൊരു ബെഡ് ഉണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഇതുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ചേക്കുന്നുണ്ട്. ആവശ്യം വരുമെന്ന് അറിയില്ല കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാവയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചത്. ഇനി എനിക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഇന്നവേഴ്സാണ് എടുത്ത് വെക്കുന്നത്. അതിൽ പാൻറ്റീസ് ഉണ്ട്, ഫീഡിങ് ബ്രാ ഉണ്ട്, നോർമൽ ബ്രാ ഉണ്ട്. പിന്നെ എനിക്ക് തലയൊക്കെ തൊത്താൻ വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ ടവൽ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വയ്ക്കുന്നത് നൈറ്റികളാണ് കേട്ടോ. അതിൽ 2 നൈറ്റി ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നൈറ്റിയാണ്. അതിൽ ഒരെണ്ണം ഫീഡിങ് നൈറ്റിയാണ്. പിന്നെ ഒരു നൈറ്റി കൂടി ഉണ്ട്, അത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേക്കുവാണ്. അങ്ങനെ ഒരു 4 നൈറ്റി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ടോപ്പ് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഫീഡിങ് ടോപ്പാണ്. അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് വരുമ്പോൾ ഇട്ടുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് എടുത്ത് വെക്കുന്നുണ്ട്. പാഡ് ഫിക്സഡ് ആയിട്ടുള്ള ഡിസ്പോസിബിൾ പാൻറ്റിയാണ്. ഇതും ഒരു പാക്കറ്റ് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇതും മെറ്റേണിറ്റി സാനിറ്ററി പാഡാണ്. ഇതും ഞാനൊരു പാക്കറ്റ് എടുത്ത് വെക്കുന്നുണ്ട്.
പിന്നെ ഇത് രണ്ടും കൂടാതെ ഞാൻ സാനിറ്ററി പാഡ് ഞാൻ വാങ്ങി വെക്കുന്നുണ്ട്. എത്രത്തോളം പാഡ് നമുക്കവിടെ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതും വാങ്ങി വെക്കും. ഇപ്പോൾ ഞാൻ വാങ്ങാത്തത് കൊണ്ടാണ് കാണിക്കാത്തത്. അതും വാങ്ങി വെക്കും. പിന്നെ നമ്മൾ മറക്കാതെ എടുത്ത് വെക്കേണ്ട 2 സാധനങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഹോസ്പിറ്റൽ ഫയലും ഒന്ന് വാലറ്റുമാണ്. ഇത് രണ്ടും മറക്കരുത്. വേറെ ഒന്നും എടുത്തില്ലെങ്കിൽ ഇത് രണ്ടും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നോക്കണം. ഞാനിത് ലാസ്റ്റ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇനിയും ചെക്കപ്പുണ്ട്. ഇനിയും ചെക്കപ്പിന് പോകണം. അപ്പോൾ ഇത് അതിൻ്റെ അടിയിലായി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പാടായതുകൊണ്ടാണ് ഞാൻ ഇത് ലാസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ക്യാഷ് ആയാലും ATM ആയാലും ID കാർഡ്സൊക്കെ നമ്മുടെ കാർഡുകളൊക്കെ ആയാലും നമ്മുടെ വാലറ്റിലാണ്. അതുകൊണ്ട് ഇതും വാലറ്റും എടുക്കാൻ മറക്കരുത്. അതും എടുത്ത് വെക്കണം. ഇതിലിപ്പോൾ ഞാൻ എനിക്കും വാവയ്ക്കും വേണ്ടിയിട്ടുള്ളത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ കൂടെ നിൽക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ എനിക്കോ ബെഡ്ഷീറ്റ്, പില്ലോ കവർ അങ്ങനെയുള്ളതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതൊക്കെ വേറൊരു ബാഗിൽ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുമൊക്കെ എടുക്കാൻ മറക്കരുത്. ചാർജർ, ഹെഡ്സെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കണം. ഇതിപ്പോൾ അല്ലാതെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പേസ്റ്റ്, ബ്രഷ്, എണ്ണ, സോപ്പ് പൊട്ടി, അങ്ങനെ ബക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഹെയറിലിടാൻ വേണ്ടിയിട്ടുള്ള ബണ്ണ്, ക്ലിപ്പ്, സ്ലൈഡ്, കോമ്പ്, ലിപ് ബാം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇതിലെടുത്ത് വെക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കുന്നില്ല. കാര്യം പലർക്കും പല ഇതാണല്ലോ. എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഇതിലെടുത്ത് വെക്കുന്നുണ്ട്. കൊണ്ടുപോകുന്ന സാധനങ്ങളിൽ ഞാനിതിൽ കാണിക്കാത്ത ഒന്നെന്ന് പറയുന്നത് ചപ്പലാണ്. അത് ഞാനിവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചപ്പൽ തന്നെ ടൈം ആകുമ്പോഴത്തേക്കും കഴുകിയെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് എടുത്ത് വയ്ക്കുന്നത്. ഇതിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ബേബി ഗേളാണോ ബേബി ബോയ് ആണോ എന്ന് ഗസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.